കേരളത്തിലാണ് ഇടത് വലത് മുന്നണികളുള്ളത്. മുഖ്യമന്ത്രി കൂടി എത്തുന്നതോടുകൂടി ഇടത് ക്യാമ്പിന്റെ ആവേശം ഇരട്ടിയാകും. എന്നാൽ തങ്ങൾ പ്രചാരണത്തിൽ ഒരുപടി മുന്നിലാണ് എന്നുള്ളത് UDF ക്യാമ്പും അവകാശപ്പെടുന്നു. പക്ഷേ ഈ ചിത്രത്തിലൊന്നുമില്ലാത്ത ആളുകളാണ് NDA ക്യാമ്പ്. അവിടെ BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞു. ഇനിയിപ്പം NDAക്ക് വേണ്ടി തന്നെ ഒരു സ്ഥാനാർത്ഥിയെ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം പോലും എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശ്രീജിത്ത് നമുക്കൊപ്പം കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. അവിടെ BDJSന്റെ യോഗം ഇന്ന് ചേരുകയാണ്. ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാമോ? സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുള്ള സാധ്യത തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നാളെയാണ് ഈ നോമിനേഷൻ നൽകേണ്ട അവസാന തീയതി. പന്ത് BDJSന്റെ കോർട്ടിലേക്കാണ് BJP തട്ടിയിട്ടിരിക്കുന്നത്. അതിന് അവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണം BDJS ആണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ചിട്ടുള്ള പാർട്ടി എന്നുള്ളതാണ്. 2016 ഏതാണ്ട് 12,000 വോട്ടാണ് അവർക്ക് ലഭിച്ചത്. BJP സീറ്റ് ഏറ്റെടുത്ത് മത്സരിച്ചപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 8,000 വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ. ഇതാണ് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള വിശദീകരണം. എന്നാലും ഇതിനൊക്കെ അപ്പുറത്തേക്ക് BJPക്ക് ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ല. പ്രത്യേകിച്ച് NDAക്ക് പോലും താല്പര്യമില്ല എന്നുള്ളത് ഏതാണ്ട് കൃത്യമായി വ്യക്തമാക്കിയതാണ് രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. പ്രത്യേകിച്ച് ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പാണ്. BJPയുടെ ഫോക്കസ് തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടക്കുന്നതിനിടെ തങ്ങൾക്ക് സ്വാധീനമില്ലാത്തൊരു മണ്ഡലത്തിൽ എന്തിനു മത്സരിക്കണം എന്ന ആശങ്കയും സംശയവും ഒക്കെ തന്നെയാണ് BJP നേതൃത്വത്തിലുള്ളത്. BJP BDJSനോട് മത്സരിക്കാൻ പറഞ്ഞെങ്കിലും അവർക്കും ഇത്തരത്തിലുള്ള പലതരം താല്പര്യക്കുറവുണ്ട്. എന്തായാലും ഇന്ന് ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഇക്കാര്യങ്ങൾ ആലോചിച്ച് ഒരു അന്തിമമായ വ്യക്തത വരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മത്സരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്ത് നിന്നടക്കം BJP ഒരു ദേശീയ പാർട്ടിയാണ്. എന്നിട്ടും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് ബഹിഷ്കരിക്കുന്നത്? വളരെ ചെറിയ വോട്ടുകൾ കിട്ടിയ കാലത്ത് പോലും BJP മത്സരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഉചിതമല്ല എന്ന വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതാണ് BJP ഒരല്പം സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് BDJSന്റെ യോഗമുണ്ട്. ഈ യോഗത്തിൽ BDJS നേതാക്കളുടെ കൂടി അഭിപ്രായം പരിഗണിച്ച ശേഷമായിരിക്കും ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുക. ഇന്ന് ഉച്ചയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. എന്തായാലും സ്ഥാനാർത്ഥി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഗിരീഷ് മേക്കാട്ട് BJPയുടെ BDJSന്റെ ജില്ലാ അധ്യക്ഷൻ തന്നെ മത്സരിച്ചേക്കുമെന്നുള്ള സൂചന കഴിഞ്ഞ ദിവസം തന്നെ മലപ്പുറത്ത് നിന്ന് അനുമോദ് ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ നൽകുകയും ചെയ്തതാണ്. എന്തായാലും ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടി ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു വ്യക്തത വരും. ആര്യ, തീർച്ചയായും എന്തായാലും NDA സ്ഥാനാർത്ഥിയെ ഇന്ന് അറിയാം എന്നുള്ളതാണ് പ്രതീക്ഷ നമ്മൾ വെക്കുന്നത്. ഉച്ചയോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോട്ടയത്ത് BDJSന്റെ യോഗം ഇന്ന് ചേരുകയാണ്. നേരത്തെ തന്നെ നമ്മൾ സൂചനകൾ നൽകിയിരുന്നു. BDJSന്റെ ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട്ടിനാണ് സാധ്യത ഉള്ളത് എന്നുള്ളത്. നമുക്ക് കണ്ടറിയാം എന്താകും NDA ക്യാമ്പിൽ നിന്നുള്ള ഇനിയുള്ള നീക്കങ്ങൾ എന്നുള്ളത്. CV അനുമോദിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അനുമോദ്, ഇതിപ്പോൾ അൻവർ ഇന്ന് 10 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസവുമാണ്. രഹസ്യ യോഗങ്ങളൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യം. ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്, അതോ അൻവറിനെ അനുനയിപ്പിച്ച് കൂട്ടിലാക്കാൻ UDFന് സാധിക്കും എന്നുള്ളതാണോ? ഇന്നലെ നടന്ന യോഗമല്ല ചർച്ചയൊക്കെ ഫലം കണ്ടു അതോ ഫലം കണ്ടില്ല? ഏത് അനുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ട് ഈ ഘട്ടത്തിൽ? അൻവർ തൻ്റെ നാടകീയ നീക്കങ്ങൾ തുടരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുകയില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. രാവിലെ അൻവർ തൻ്റെ രാഷ്ട്രീയമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി വിശദീകരിക്കും, ചർച്ചകൾ കുറച്ചുകൂടി പറയും, പ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുന്നതിനെ കുറിച്ച് പറയും. അതിനുശേഷം നാളെ വരെ സമയമുണ്ടല്ലോ എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കാനാണ് സാധ്യത. ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു കണ്ടതിനെക്കുറിച്ചും അദ്ദേഹം പറയാൻ സാധ്യതയുണ്ട്. അതേപ്പറ്റി എങ്ങനെ പറയുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ നീക്കത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് ആണ് സംസാരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ മയപ്പെടുന്നതിൻ്റെ സൂചനകളാവാം. അതല്ല അതിനെ പരിഹസിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് അൻവർ ഈ പറയുന്ന രീതിയിൽ മത്സരവുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ്. ഒരുപക്ഷെ നാളെ രാവിലെയാകും അൻവർ ഇക്കാര്യത്തിൽ അന്തിമ നിലപാട് പ്രഖ്യാപിക്കുക. ഒരുപക്ഷെ ഈ നാളെ മത്സരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് അവിടെ നിന്ന് തന്നെ റോഡ് ഷോ ആയിട്ട് വന്ന് പത്രിക സമർപ്പിക്കുന്ന തരത്തിലേക്ക് നീക്കം ഉണ്ടാവാനും സാധ്യതയുണ്ട്. എന്നാൽ 5-ാം തീയതി വരെ പത്രിക പിൻവലിക്കാനുള്ള സമയമുള്ളതുകൊണ്ട് അത്രയും ദിവസം ഈ വിഷയം സജീവമായിട്ട് നിലനിർത്താനുള്ള സാധ്യതയും അൻവറിന് മുമ്പിൽ ശേഷിക്കുന്നുണ്ട്. ആ പത്രിക സമർപ്പിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. കാരണം പത്രിക പിൻവലിക്കുമ്പോഴേക്കും ആ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അൻവറിൻ്റെ ഭാഗത്ത് നമുക്ക് ഏത് തരത്തിലുള്ള നീക്കവും പ്രതീക്ഷിക്കാം. കാരണം അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട്
ഏറ്റവും വലിയ ഒരു പരീക്ഷണത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അൻവറിൻ്റെ നിലപാടുകൾ മാറി മാറി വരുന്നതും അൻവറിൻ്റെ അതെല്ലാം തന്നെ UDF-ലേക്കുള്ള തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കുള്ള ഒരു വഴിയിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം കാണുവാൻ. അൻവർ രാവിലെ 10 മണിക്ക് എന്തെല്ലാം പറയുമെന്ന കാര്യത്തിൽ നമുക്ക് കാത്തിരിക്കണം. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള കാര്യങ്ങളാകാം അദ്ദേഹം പങ്കുവയ്ക്കാൻ പോകുന്നതെന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ.